ആ നാട്ടിൽ നിൽക്കാനൊരു നിവർത്തില്ലമ്മ. ഈ നിലക്ക് പോവുകയാണെങ്കിൽ സമാധി ആവേണ്ടി വരും. ആ മോനെ, എവിടെയെങ്കിലും പോയി സമാധി ആയിട്ടെങ്കിലും കടങ്ങളൊക്കെ ഒന്നും ആരോടാ അതൊക്കെ പറയണേ? സമീർക്ക് എന്തിയെ? മക്കളെ, ഓന് സമാധി ആവണമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. സമാധി വല്ല ബോംബെയിലൊക്കെ പോയിട്ട് സമാധി ആയിക്കോട്ടെ മോനെ. ഓൻ ആദ്യം ബോംബെ തന്നെ നിന്ന് ഓന്റെ ആൾക്കാരടുത്ത് പോയിട്ട് സമാധി ആണെങ്കിൽ ആയിക്കോട്ടെ. എത്ര വെച്ചിട്ടാ മോനെ ഈ കടം വെച്ച് നടക്കുന്നത്? വന്നേ എന്തൊക്കെ ഭാഗ്യം, ഒന്നും സംഭവിച്ചില്ല. വരണം. എന്താ നിങ്ങളെ തെരഞ്ഞെടുക്കരുത്. ഒന്നുമില്ല സമയക്ക, ഒന്നുമില്ല. ഞങ്ങളൊക്കെ ഞങ്ങളെ കൂടെ വീട്ടിൽ പോയിരുന്നു. ഉമ്മയാണ് പറഞ്ഞ നിങ്ങള് സമാധിയാവാൻ പോയിക്കണെന്ന്. സമാധിയാ? ചേട്ടാ ചെങ്ങായിമാരെ, ഉമ്മാക്കുള്ള സമാധി എന്ന് തന്നെ അറിയാം. ഉമ്മ വിചാരിച്ചിട്ടുണ്ടാവില്ല നാട് വിട്ടു പോകുന്ന വിചാരിച്ചിട്ടുണ്ടാവും. അപ്പൊ ബോംബെ പോയി സമാധിയാവും എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഉമ്മാന്റെ കടത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടാ എന്റെ ഉപ്പാടെ കുടുംബമൊക്കെ ബോംബെയിലാണല്ലോ. അപ്പൊ ഉമ്മ വിചാരിച്ചിട്ടുണ്ടാവും ബോംബെക്ക് പോയിക്കോട്ടേന്ന്. ഇപ്പോഴത്തെ കാലാണ് ആൾക്കാര് സമാധിയാവാൻ പോയിക്കൊണ്ടിരിക്കുന്ന കാലാണ്. സീസണിലും കുറെ എണ്ണം സമാധി ആവും. ഈ സ്വത്തൊക്കെ കാലശേഷം മക്കൾക്ക് എഴുതി വെക്കണ കൊറേ തന്നാരുണ്ട്. അവരൊക്കെ ഇതിന് സമാധിയാവും ഉറപ്പാ. നമ്മൾക്ക് പിന്നെ സ്വത്ത് പോലൊന്നുമില്ല, സന്യാസിയല്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു.